എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് മാത്രമല്ല ദോശയുടെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. വല്ലാതെ വെള്ളത്തിലുമല്ല എന്നാൽ കട്ടിയായിട്ടുള്ളൊരു ചമ്മന്തി അല്ല കേട്ടോ. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ചമ്മന്തി നമുക്കിതിപ്പോൾ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഒന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയും ഇഞ്ചിയും നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. വല്ലാതെ ഇങ്ങനെ വഴറ്റി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇഞ്ചിയുടെയും സവാളയുടെയും കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടിയും ഇതിലിട്ടിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലപോലെ ഇതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് മൂന്നും കൂടെയും ശരിക്കും ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ നമ്മുടെ ചമ്മന്തിക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വഴറ്റുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടി കണ്ണിലേക്കൊക്കെ തെറിച്ചു വന്ന് വരും. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഒന്നുമില്ലെങ്കിലും ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെയും ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് കഴിയുമ്പം ഞാനിതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളി കൂടെ ചേർക്കുമ്പം ആ ചട്നിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് വേറെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ശരിക്കും ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ സമയം തന്നെ തണുക്കുന്ന സമയത്തേക്ക് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ തേങ്ങയും എടുക്കാം, ഞാനിപ്പോൾ ഇവിടെ പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരമുറി തേങ്ങയുടെ ഒരു മീഡിയം സൈസിൽ വലുപ്പത്തിലുള്ള തേങ്ങ ഒരു അരമുറി തേങ്ങയുടെ പീസാണ് എടുത്തേക്കുന്നത്. തേങ്ങയുടെ പീസിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നമ്മൾക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം, ഒന്ന് ചതച്ചെടുക്കുക. ശരിക്കും തേങ്ങയും ഇതെല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടാൻ പാകത്തിന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നേരത്തെ ഉപ്പ് ചേർത്തിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മല്ലിയിലയാണ്, നല്ല ഫ്രഷ് മല്ലിയിലയാണ് കേട്ടോ. അത് ഒരു കൈപ്പിടിയോളം ഉണ്ട്. ഒരു കൈപ്പിടിയോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് യോജിപ്പായി കിട്ടാനായിട്ട് ഒന്നുകൂടെയും ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്നും കൂടിയും ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അതിന് ശേഷം വേണം നമുക്കിത് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ രണ്ടാമത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ വെള്ളം കൂടെയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിക്ക് തന്നെയാണ് അരച്ചെടുക്കുന്നത്. കട്ടിക്ക് അരച്ചെടുത്തിരിക്കുന്ന ചമ്മന്തി നമ്മളിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ബൗളിലേക്ക് മാറ്റി നല്ല കട്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾക്ക് മിക്സിയിൽ നമ്മുടെ ചമ്മന്തിക്ക് എന്തോരം വെള്ളം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളമാക്കിയിട്ട് ബൗളിലേക്ക് രണ്ടാമതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് വല്ലാതെ വെള്ളത്തിൽ കലക്കിയെടുത്താൽ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചെറുതായിട്ട് ലൂസായിട്ടും ചെറുതായിട്ട് കട്ടിയായിട്ടും ഇരിക്കുന്ന ചട്നിയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ വല്ലാതെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ ഈ ചമ്മന്തിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഇത്രയും കട്ടിയിൽ ഇങ്ങനെ ഇരിക്കണം. ഇത്രയും കട്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്രയും കൺസിസ്റ്റൻസിയിലിരിക്കുന്ന ഈ ചമ്മന്തി ഇനി ഇത് നമ്മൾക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് എണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒന്ന് കടുക് വറുത്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചമ്മന്തിയുടെ റെസിപ്പി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. മല്ലിയിലയുടെയും എല്ലാം ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കുമ്പം കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയാണ് കേട്ടോ അത് ബെസ്റ്റ് കോമ്പിനേഷൻ. ദോശയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിച്ച ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ചമ്മന്തി നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന മല്ലിയില എന്തോരം ഫ്രഷ് ആയിരിക്കുന്നോ അത്രയും ചട്നിക്ക് നല്ലപോലെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്